ഹലോ എവരിവൺ. അങ്ങനെ നമ്മുടെ ചാനലിൽ ഏകദേശം 2 മാസമായിട്ട് ട്രാവൽ ബ്ലോഗും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ കൂടുതലും ട്രാവലൊന്നും ചെയ്തില്ല, കുറച്ച് പേഴ്സണൽ കാര്യങ്ങളായിട്ട് ബിസിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന തമിഴ്നാടിൻ്റെ പ്രദേശമായ തെങ്കാശി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ തെങ്കാശി നമ്മൾ പോകുന്ന നമുക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. കോന്നി, പത്തനാപുരം, തെന്മല, ആര്യങ്കാവ്, ചെങ്കോട്ടെ ഈ പാതയിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും മറ്റു വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പം തെന്മല ഡാം, അപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. പിക്കപ്പ് യുവർ ലുക്കൗട്ട് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിൻ്റാണ്. തെന്മല ഡാമിൽ നിന്നുള്ള വെള്ളം അത് കഴിഞ്ഞ് ഇവിടെ ചെക്ക് ഡാമുണ്ട് ചെറുതായിട്ടുള്ള. ആ ഡാമിന് വന്ന് സ്റ്റോർ ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതിന് മുകളിൽ പോലും നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട്, നമുക്ക് കയറിപ്പോയി കാണാം. തെന്മല തെങ്കാശി റൂട്ടിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആണ് ഈ കാണുന്ന 13 കണ്ണറ പാലം. മണ്ടേക്കൂടെ റെയിൽ പാലമാണ്. 13 പില്ലറാണ് ഇതിനുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 13 കണ്ണറപ്പാലം എന്ന് പറയപ്പെടുന്നത്. താഴെയായിട്ട് നമുക്ക് ഏതോ ഒരു നദി കാണാൻ പറ്റും. കണ്ണരപ്പാലത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ അടുത്ത ചെങ്കോട്ട വ്യൂ പോയിന്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം നമുക്ക് തെങ്കാശി ഗ്രാമപ്രദേശത്തെ ഒരു ലോങ് സൈറ്റ് വ്യൂ കാരണം കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് താഴേക്ക് പോകാം. കേരളത്തിൽ നിന്നും തെങ്കാശിയിലേക്ക് കടക്കുമ്പോൾ നമുക്കവിടെ വലിയ ബോർഡറിൻ്റെ ചെക്ക് പോസ്റ്റോ കാര്യങ്ങൾ കാണാൻ സാധിക്കത്തില്ല. നമുക്ക് ബോർഡറായിട്ട് ഫീൽ ചെയ്യുന്നത് ഈ ഒരു എസ്വളമാണ്. കേരള തമിഴ്നാട് റോഡിനെ ബന്ധിപ്പിക്കുന്ന ഈ ഒരു എസ്വളമാണ് നമുക്ക് ബോർഡർ എന്ന് പറയാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൃഷി പാടങ്ങളാണ്, നെൽകൃഷിപ്പാടങ്ങളാണ്. അവിടെ നമുക്ക് പശു നെല്ല് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ വിൻഡ് മില്ല്, കാറ്റാടി യന്ത്രം നമുക്ക് നിറയെ ഈ തെങ്കാശിയിൽ കാണാൻ സാധിക്കും. നമ്മൾ പ്രധാനമായും പോകാൻ ഉദ്ദേശിക്കുന്നത് തിരുമലയിൽ കോവിൽ എന്ന് പറഞ്ഞ ക്ഷേത്രത്തിലേക്കാണ്. അത് ഈ കാണുന്ന ക്ഷേത്രത്തിലേക്കാണ്. സമുദ്രനിരപ്പിൽ നിന്നും 1083 അടി ഉയരത്തിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിഭയങ്കരമായ ഒരു പാറയുടെ മുകളിലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചരിത്രം കാര്യങ്ങൾ കൂടുതൽ അറിയില്ല. എന്നാലും അമിതമായ ഭീമാകരമായ പാറയെ വെട്ടിത്തുറന്ന് അതിന് നടുവിലൂടെ റോഡ് പണിതിട്ട് നമുക്ക് യാത്രാ സൗകര്യമുണ്ട് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ എത്താനായിട്ട്. അതുപോലെ നമുക്ക് കാൽനടയായിട്ട് നേർച്ചയായിട്ട് ഒരുപാട് ആൾക്കാർ താഴെ നിന്നും കയറി വരുന്നൊരു നടപ്പാതയും കൂടെ ഈ ക്ഷേത്രത്തിൻ്റെ സമീപമുണ്ട്. ക്ഷേത്രത്തിന് മുകളിലെത്തി കാണാൻ കഴിയുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. ആ കാണുന്ന മലകളെല്ലാം വെസ്റ്റേൺ ഗട്ട്സ് മലനിരകളാണ്. ഏകദേശം അത് കേരള ബോർഡറായിട്ട് വരുന്ന സ്ഥലങ്ങളാണ് കാണുന്നത്. അതുപോലെ തന്നെ ടോപ്പ് വ്യൂ വന്നപ്പോഴാണ് ഒരു അത്ഭുതകരമായ കാഴ്ച കാണുന്നത്. അതായത് ഇത്രയും ഹൈറ്റ് ചെയ്യുന്ന പാറയിൽ ഒരു കുളം, ആ കുളത്തിലാണെങ്കിൽ ധാരാളം വെള്ളവും ഈ ഒരു ചൂട് സമയത്തും അത് ഇത്രയും ഹൈറ്റുള്ള പാറയിലും ഇത്രയും വെള്ളം, അത് ഭയങ്കര അത്ഭുതകരമായ കാഴ്ചയായിരുന്നു.
ക്ഷേത്രത്തിലോട്ട് വാഹനം പാർക്ക് ചെയ്തിട്ട് കയറുന്ന പ്രധാന കവാടമാണ് ഈ കാണുന്നത്. അങ്ങനെ തിരുമൽക്കോവിൽ അമ്പലത്തിന്റെ ഭംഗി ആസ്വദനോടെ തിരിക്കുകയാണ് അല്ലേ സാറേ? ഈ കാണാൻ നമുക്ക് നേരെയാണല്ലോ വരുന്നത്. തെങ്കാശിയിലെ മറ്റൊരു പാടശേഖരമാണ് ഈ കാണുന്നത്. അവിടെ പശുക്കളിങ്ങനെ മെയ്യുന്നൊരു കാഴ്ച കാണാം. അപ്പോൾ നമ്മുടെ ഹോട്ടൽ കണ്ടു, അവിടെ കയറി ഫുഡ് കഴിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ്. അങ്ങനെ പത്തനംതിട്ട ചിറ്റാടിൽ നിന്ന് ഞങ്ങളുടെ കാണുന്നുണ്ട് ഇവിടെ താറപ്പ മല. അതുകൊണ്ട് വേറെ യൂസ് ഉണ്ടായില്ല, പൊടി ഒന്ന് കാണിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് വീഴുവാണ്. സമയത്തെ നമ്മുടെ ഈ 13 കണ്ടന്റെ പാലത്തിലൂടെ ട്രെയിൻ പോകുന്നില്ല, വളരെ റെയറാണെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ അവിടെ വെച്ച് ട്രെയിൻ ഇങ്ങനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ആ ട്രെയിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ആ ട്രെയിൻ ഇപ്പോൾ വരും.
അങ്ങനെ നമ്മളിപ്പം പല്ലംപെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് തെന്മല ഡാമിൻ്റെ ഏകദേശം മോൾ ഭാഗത്തായിട്ട് വരും. തെന്മല ഡാമിൻ്റെ റിസർവെയറിൻ്റെ ഒരു പാർട്ടാണ്. റിസർവെയറിൻ്റെ മറ്റൊരു ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെ ബോട്ടിംഗ് ഉണ്ട്, അതുപോലെ കൊട്ടവഞ്ചി സവാരി ഇപ്പം നടന്നുകൊണ്ടിരിപ്പുണ്ട്. അങ്ങനെ കൊല്ലം ജില്ലയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് സാഡൽ ഡാമിനോട് വിട പറയുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.